ഹായ് ഓൾ, വെൽക്കം ടു spur&spices ചിപ്പോട്ട്ലി. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്, എഗ് 65. ഇത് നമ്മൾ സ്നാക്സ് ഒക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഐറ്റമാണ്. എന്നാൽ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇവിടെ മുട്ടയാണ്. ഒരു 6 മുട്ട നമ്മളിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ മുട്ടയുടെ വെള്ളയും ഉണ്ണി ഒന്ന് മാറ്റിയെടുക്കണം. നമ്മുടെ ഡിഷിന് മുട്ടയുടെ വെള്ള മാത്രമേ ആവശ്യമുള്ളൂ, ഉണ്ണിയുടെ ആവശ്യമില്ല. ഈ ബാക്കി വരുന്ന ഉണ്ണി നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വെറൈറ്റി ഡിഷായിട്ടും ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ മുട്ടയുടെ വെള്ളയൊക്കെ നമ്മൾ ഇതാ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയെല്ലാം കൂടി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതാ ഇതുപോലെ ചെറുതായി നുറുക്കിയത്, പിന്നെ ഒരു 6 വെളുത്തുള്ളിയുടെ കഷ്ണം ഇതുപോലെ ചെറുതായി തന്നെ അരിഞ്ഞെടുത്തത്, കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയുടെ ഇല ഇതുപോലെ കൈകൊണ്ട് നമുക്കൊന്ന് പിച്ചിയിട്ടിടാം. പിന്നെ വേണ്ടത് കുറച്ച് കൊത്തമല്ലിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് പൊടികളാണ്. ആദ്യം തന്നെ നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്പിനെസ് കുറച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിന് പകരം നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂണോളം കടലമാവാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാലയുടെ പൗഡർ, പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യണത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് 1.5 ടേബിൾ സ്പൂണോളം തൈരാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴേ ഇതിന്റെ മസാല എല്ലാ ഭാഗത്തേക്ക് എത്തുകയും ചെയ്യും, എല്ലാ പീസസിനെയും നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഈ മിക്സ് നമുക്കൊരു 20 മിനിറ്റ്സിന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി ഫ്രൈയിങ്ങിലേക്ക് കടക്കാം. അതിനായിട്ട് നമ്മൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ ദാ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അപ്പുറത്തെ വശവും കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള മുട്ടയുടെ മിക്സും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ എല്ലാ പീസസും ദാ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതേ വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് മാറ്റിയതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ കഷ്ണവും വെളുത്തുള്ളിയുടെ കഷ്ണവും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ദാ ഇതുപോലെ ക്യൂബ് സൈസിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് ഫൈനലി കുറച്ച് കൊത്തമല്ലി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് 65 അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള എഗ് 65 റെസിപ്പി എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ എപ്പോഴും പറയണ പോലെ നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടുമാണ് ഞങ്ങൾക്ക് എന്നും കൂടെ ഉണ്ടാവുന്നത്. അത് ഇനിയും തുടർന്നുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.